ഒന്നാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ ഒന്നാം യൂണിറ്റിൽ പഠിച്ച അക്ഷരങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാലോ? നോക്കൂ മക്കളെ, ഒന്ന് പറഞ്ഞോളൂ. ആ, ഈ, ഊ, എ. ഇനി മാഷ കൂടെ വായിക്കുമോ? ആ, ഈ, ഊ, എ. നമ്മുടെ ഒന്നാം യൂണിറ്റിൽ നമ്മൾ മനസ്സിലാക്കിയ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എൻ്റെ കൊച്ചു കൂട്ടുകാരെ? ആ, ല, റ, ക. നാലക്ഷരങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ലേ? നമുക്ക് അവ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് ഒന്നുകൂടെ നോക്കാം. അവ വെച്ചുള്ള കെലിമാത്തുകൾ, പദങ്ങൾ നമുക്ക് പരിചയപ്പെടുകയും ചെയ്യാം. എല്ലാ കൂട്ടുകാരും വളരെ ഉന്മേഷത്തോടെ മാഷ കൂടെ വായിക്കാനും എഴുതുന്നത് മനസ്സിലാക്കുവാനും ഒക്കെ ഉണ്ടാകുമല്ലോ. എഴുതുന്ന രൂപവും പഠിക്കാം, അത് വെച്ചുള്ള വാക്കുകളും നമുക്ക് പഠിക്കാം. ഹർഫുൽ അവ്വൽ, ഒന്നാമത്തെ ഹർഫ് ഏതാണ്? അലിഫ്. നോക്കാം എഴുതുന്നത് എങ്ങനെയാണ് എന്ന്. മുകളിൽ നിന്ന് താഴേക്ക് നമുക്ക് ആദ്യം വരക്കാം. അതിനു മുകളിൽ ഹംസ മനോഹരമായി എഴുതാം. ഹംസ എഴുതി ഇതെന്താണ് മക്കളെ വായിക്കുക? അലിഫ്. ഒന്നുകൂടെ പറഞ്ഞോളൂ, അലിഫ്. ഇനിയും എഴുതി നോക്കാം. മുകളിൽ നിന്ന് താഴേക്ക് വരച്ചു. അതിനു മുകളിൽ ഭംഗിയായി ഹംസ എഴുതി. എങ്ങനെ വായിക്കും? കൈഫ നഖറഉ? അലിഫ്. എങ്ങനെയാണ് മക്കളെ? അലിഫ്. അടുത്ത നോക്കൂ, വീണ്ടും മുകളിൽ നിന്ന് താഴേക്ക് എഴുതി. മുകളിൽ ഹംസ മനോഹരമായി എഴുതി. എങ്ങനെയാണ് വായിക്കുന്നത്? അലിഫ്. ഇനി അലിഫിന് ഹർക്കത്തുകൾ നൽകുമ്പോൾ എങ്ങനെ വായിക്കുമെന്ന് നോക്കണ്ടേ? കൂട്ടുകാർ റെഡിയല്ലേ? തുടങ്ങാം. താഴേക്ക് വരച്ചു, മുകളിൽ ഹംസ കൊടുക്കുകയാണ്. ഹംസ കൊടുത്തു. അതിനു മുകളിൽ ഫത്ഹ കൊടുത്തു. എന്ത് വായിക്കും? ആ. ഒന്നുകൂടെ വായിച്ചേ മക്കളെ, ആ. ഇനി ഊ എന്ന അക്ഷരം എഴുതി നോക്കാം. മുകളിൽ നിന്ന് താഴേക്ക് അലിഫ് അക്ഷരം എഴുതി. അതിനു മുകളിൽ ഹംസ കൊടുത്തു. അതിനു മുകളിൽ ലൊമ്മ ഒരു വള്ളിയും കൊടുത്തു. എന്താണ് വായിക്കുന്നത്? ഊ. മക്കളൊന്ന് വായിക്കില്ലേ? എന്താണത്? ഊ. അടുത്തതും മുകളിൽ നിന്ന് താഴേക്കൊരു വര വരച്ചു. താഴെ ഹംസ എഴുതി. ഭംഗിയായി ഹംസ എഴുതി. അതിനു താഴെ കസ്ര കൊടുത്തു. എന്ത് വായിക്കും പൊന്നു മക്കളെ? ഈ, ഈ. ഇനി ആ വെച്ചുള്ള പദങ്ങൾ നമുക്ക് വായിച്ചാലോ? അർണബൻ. മക്കള് വായിച്ചേ, എന്താണ് അർണബ് എന്ന് പറഞ്ഞാൽ? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അംബജുൻ. ആഹാ, നല്ല പഴുത്ത മാങ്ങ അല്ലേ? അസദ്വൻ, കാട്ടിലെ രാജാവ്, സിംഹം അല്ലേ? അനാനാസ്, നമുക്ക് ഇഷ്ടമുള്ള പഴമല്ലേ? എന്താണ് അനാനാസ് എന്ന് പറഞ്ഞാൽ? പൈനാപ്പിൾ. എന്നാൽ ഇനി ഈ വെച്ചുള്ള പദങ്ങൾ നമുക്ക് വായിക്കാം. കൂട്ടുകാർ വായിക്കണേ. ഇബ്നുൻ, കുട്ടി അല്ലേ? ഉമ്മയുടെ ഒക്കത്തിരിക്കുന്ന കുട്ടിയെ കണ്ടില്ലേ? ഇബിലുൻ, ഒട്ടകം, മരുഭൂമിയിലെ കപ്പൽ. ഇബ്റ, സൂചി കണ്ടോ മക്കള്? ഇബ്റ. ഇബ്രീഖ്, നമ്മുടെ കിണ്ടിയാണത്. പഴയ കാലത്തൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉളു ഉണ്ടാക്കാനും കാലും കൈയും കഴുകാനും ഒക്കെ ഉപയോഗിച്ചിരുന്നതാണ് കിണ്ടി. ഇബ്രീഖ്. ഇബ്നുൻ, ഇബിലുൻ, ഇബ്റത്തുൻ, ഇബ്രീഖുൻ. കൂട്ടുകാർ വായിക്കുന്നുണ്ടല്ലോ. അടുത്ത അക്ഷരം ഏതാണ് മക്കളെ? ഊ. ഊ വെച്ചുള്ള കെലിമാത്തുകൾ നമുക്ക് വായിക്കാം. ഉമ്മുൻ, നമ്മുടെ ഉമ്മാക്ക് പറയുന്നതാണ് ഉമ്മുൻ. ഉർജൂഹത്തുൻ, നമ്മൾ പഠിച്ചിട്ടില്ലേ? ഉർജൂഹത്തെ സായിറ അനബിഹാ അമീറ അൽഅബു ഫീഹാ മറതൻ വഅസ്ദിഖായി മറതൻ. ഊ വെച്ച് ഉർജൂഹത്ത്, ഊഞ്ഞാല്. ഉസ്റത്ത്, കുടുംബം. നോക്കിയേ, കുടുംബം ഇരിക്കുന്നു, ഒരു ഫാമിലിയാണല്ലേ?
ഉൻബൂബ് ഉൻബൂബ് എന്ന് പറഞ്ഞാൽ എന്താ? പൈപ്പ്. ഉമ്മുൻ വായിക്കൂ മക്കളെ. ഉമ്മുൻ ഉർജൂഹത്തുൻ ഉസ്റത്തുൻ ഉൻബൂബുൻ. മക്കള് നന്നായി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഉമ്മുൻ ഉർജൂഹത്തുൻ ഉസ്റത്തുൻ ഉൻബൂബുൻ. എങ്കിൽ നമുക്ക് അടുത്ത അക്ഷരം പഠിച്ചാലോ? ഏതാണ് ആ അക്ഷരം? ലാ എന്നുള്ള അക്ഷരമാണ്. ലാ അക്ഷരം വെച്ചുള്ള ഒരു പാട്ട് നമുക്ക് ശ്രദ്ധിക്കാം മക്കളെ. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണേ. ലാം അക്ഷരം എഴുതി പഠിക്കാമേ. തുടങ്ങാം. ലാം അക്ഷരം മുകളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുക. വളച്ചെഴുതി. ഏതാണ് അക്ഷരം? ലാമ്. മുകളിൽ നിന്ന് താഴേക്ക് വരച്ച് വളച്ചെഴുതി. ലാമ്. മുകളിൽ നിന്ന് താഴേക്ക് വരച്ച് വളച്ചെഴുതി. ലാമ്. ലാമക്ഷരം കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ലാമ്. ഇനി ലാമുകൾക്ക് ഹർക്കത്തുകൾ കൊടുത്ത് എങ്ങനെ എഴുതുമെന്ന് നോക്കാം. മുകളിൽ നിന്ന് താഴേക്ക് എഴുതി വളച്ചെഴുതി ഫത്ഹ കൊടുത്തു. മുകളിൽ ഫത്ഹ കൊടുത്തപ്പോ ലാ. എങ്ങനെയാണ് വായിക്കുക? ലാ. മുകളിൽ നിന്ന് താഴേക്ക് വളച്ചെഴുതി. അതിനു മുകളിൽ ഒരു വള്ളി ലൊമ്മ കൊടുത്തു. ലു. എന്ത് വായിക്കും മക്കളെ? പറഞ്ഞോളൂ. ലു. മുകളിൽ നിന്ന് താഴേക്ക് വരച്ച് വളച്ചെഴുതി. അതിന് താഴെ കെസറ് കൊടുത്തു. എന്ത് വായിക്കും? ലീ. ലാ ലൂ ലീ. ലാ ലീ ലൂ ല്. മക്കളെ ഒന്നും കൂടെ വായിച്ചോളൂ. ലാ ലീ ലൂ ല്. ഇനി ലാ വെച്ചുള്ള വാക്കുകൾ പരിചയപ്പെടാം. ലഖലഖുൻ. വായിക്കൂ മക്കളെ. ലഖലഖുൻ നമ്മൾ പഠിച്ചതാണല്ലേ. ലൗഹുൻ സ്ലൈറ്റ്. ലൗഹുൻ. ലബിനുൻ ഇഷ്ടിക. ലബിനുൻ. ലൗസുൻ. എന്താണ് മക്കളെ ലൗസ്? ബദാം പരിപ്പിനാണ് ലൗസ് എന്ന് പറയുക അല്ലേ? എന്നാൽ ഒന്നുകൂടെ വായിച്ചോളൂ മക്കളെ. ലഖലഖുൻ ലൗഹുൻ ലബിനുൻ ലൗസുൻ. ലഖലഖുൻ കൊക്ക്. ലൗഹുൻ സ്ലൈറ്റ്. ലബിനുൻ ഇഷ്ടിക. ലൗസുൻ. ലൗസുൻ ബദാം. ബദാം പരിപ്പിനാണ് ലൗസ് എന്ന് പറയുക. അടുത്തത് നോക്കൂ കൂട്ടുകാരെ. ലി എന്നുള്ള അക്ഷരം വെച്ചുള്ള വാക്കുകളാണ്. ലിസാനുൻ നാവ്. ലഹിയത്തുൻ താടി. ലിസാമുൻ മുഖംമൂടി. ലിവാഉൻ പതാക ഫ്ലാഗ്. ലിസാനുൻ. മക്കള് വായിക്കൂ. ലിസാനുൻ ലിഹിയത്തുൻ ലിസാമുൻ ലിവാഉൻ. ലിസാനുൻ നാവ്. ലിഹിയത്തുൻ താടി രോമങ്ങൾക്ക് ലിഹിയത്തുൻ. ലിസാമ് മുഖംമൂടിക്ക് ലിസാം എന്ന് പറയും. ലിവാഉൻ നമ്മുടെ ഫ്ലാഗ്. ഇന്ത്യയുടെ മനോഹരമായ ത്രിവർണ പതാക കണ്ടില്ലേ? ലിവാഉൻ. പതാകക്ക് എന്താണ് മക്കളെ പറയാ? ലിവാഉൻ. ഇനി ലൂ വെച്ചുള്ള പദങ്ങൾ വായിക്കാം. ലുഅബത്തുൻ കളിക്കോപ്പ്. ടോയ്സിനാണ് ലുഅബത്ത് എന്ന് പറയാ. ലൂബിയ നമുക്ക് തോരൻ വെച്ച് കഴിക്കാൻ ഇഷ്ടമുള്ള സാധനമല്ലേ ലൂബിയ. എന്താണ് ലൂബിയ എന്ന് പറഞ്ഞ മക്കളെ? ബീൻസ് പയർ. ബാലൂണ് നമുക്ക് ഇഷ്ടമുള്ള ബാലൂണ്. നമ്മുടെ സ്കൂളിലേക്കൊക്കെ വരുമ്പോ നമ്മൾ കാണുന്ന ബാലൂൺ. മുത്ത്. മുത്ത്. ലുഅബത്ത് കളിക്കോപ്പ്. ലൂബിയ ബീൻസ് പയർ. ബാലൂൺ ബാലൂണ്. മുത്ത്. ഒന്നുകൂടെ വായിക്കൂ കൂട്ടുകാരെ. ലുഅബത്തുൻ. വായിച്ചോളൂ. ലുഅബത്തുൻ. ലൂബിയ ലൂബിയ. ബാലൂണുൻ ബാലൂണുൻ. ലു വെച്ചുള്ള പദങ്ങൾ മനസ്സിലായല്ലോ മക്കളെ. കൊച്ചുമക്കളെ ഇനി നമുക്ക് റോ അക്ഷരം എഴുതാം. റോ. മുകളിൽ നിന്ന് താഴേക്ക് എഴുതി റോ. വീണ്ടും മുകളിൽ നിന്ന് താഴേക്ക് എഴുതി റോ.
വീണ്ടും ഒന്നുകൂടെ എഴുതാം. മുകളിൽ നിന്ന് താഴേക്ക് എഴുതി റാ. കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇനി റാ അക്ഷരത്തിന് ഹർക്കത്തുകൾ നൽകി എഴുതി നോക്കാം. റാ ഫത്ഹ റാ, റാ ഫത്ഹ റാ, റാ ഫത്ഹ റാ, റാ ലമ്മ, അതായത് ഒരു വള്ളി കൊടുക്കാം, റു, റാ ലമ്മ റു, റാ കസ്റ രി, റാ റു രി. റാഇന് ഹർക്കത്തുകൾ നൽകി നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. റാ രി റു റ്, റാ രി റു റ്. ഇനി നമുക്ക് റാ വെച്ചുള്ള പദങ്ങൾ പരിചയപ്പെടാം. റഅ്സുൻ, കൂട്ടുകാരെ വായിക്കൂ. റഅ്സുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തല. റജുലുൻ, ആരാണ്? പുരുഷനാണോ സ്ത്രീയാണോ? പുരുഷൻ. റഫുൻ, അലമാര. റഫുൻ എന്ന് പറഞ്ഞാൽ അലമാര. വറഖുൻ, ഇല. റഅ്സുൻ, തല. റജുലുൻ, പുരുഷൻ. റഫുൻ, അലമാര. വറഖുൻ, ഇല. ഇനി വായിക്കൂ മക്കളെ. റഅ്സുൻ, റജുലുൻ, റഫുൻ, വറഖുൻ. ഇനി റു എന്ന അക്ഷരം വെച്ചുള്ള പദങ്ങൾ പരിചയപ്പെടാം. റുസുൻ, നെല്ല്. കണ്ടോ മക്കളെ? നെല്ല്, അരിക്കും റുസ് എന്ന് തന്നെയാണ് പറയുക. റുമ്മാനുൻ, റുമാൻ പഴം. റുക്കൂൻ, നമ്മൾ നമസ്കാരത്തിൽ ചെയ്യുന്ന കാര്യം. റുക്കൂൻ. റുക്കുബത്തുൻ, മുട്ട്. നമ്മുടെ കാൽമുട്ടിനാണ് റുക്കുബത്തുൻ എന്ന് പറയുക. റുസുൻ, റുമ്മാനുൻ, റുക്കൂൻ, റുക്ബത്തുൻ. ഇനി ഏതാണ് അക്ഷരം? രി. രി വെച്ചുള്ള പദങ്ങൾ പരിചയപ്പെടാം. റീഷുൻ, തൂവൽ. റിജുലുൻ, കാല്. റിദാവുൻ, തട്ടം. റിജാലുൻ, പുരുഷന്മാർ. റീഷുൻ, റിജ്ലുൻ, റിദാഉൻ, റിജാലുൻ. മക്കളെ ഒന്നുകൂടെ വായിച്ചോളൂ മക്കളെ. റീഷുൻ, റിജ്ലുൻ, റിദാഉൻ, റിജാലുൻ. അടുത്ത ഹർഫ് ഏതാണ് മക്കളെ? കാ, കീ, കൂ, ക്ക്. ഒന്നുകൂടെ പറഞ്ഞോളൂ. കാ, കീ, കൂ, ക്ക്. കാ, കീ, കൂ, ക്ക്. ഇനി എങ്ങനെയാണ് ഈ കാഫ് അക്ഷരം എഴുതുക മക്കളെ? ശ്രദ്ധിച്ചോളൂ. മുകളിൽ നിന്ന് തുടങ്ങി വളച്ചു കൊണ്ടുവന്ന് അതിനു മുകളിൽ ചരിച്ചൊരു വര കൊടുത്ത് ഇനി ഫതഹ കൊടുത്താൽ എന്താണ് വായിക്കുന്നത്? ക. ക എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നതെന്ന് മനസ്സിലാക്കിയാലോ കൂട്ടുകാരെ? മുകളിൽ നിന്ന് ചരിച്ചൊരു വര വരച്ച് വളച്ചു കൊണ്ടുവന്ന് മുകളിൽ നിന്ന് ചരിച്ചൊരു വര അതിനോട് ചേർത്ത് വരയ്ക്കുക. എന്നിട്ട് അതിന് മുകളിൽ ഫതഹ കൊടുത്താൽ ക. കാഫ് ഫതഹ ക, കൽബ്, കൽബ്, കൽബ്. കാഫ് കെസ്റ കീ, കിതാബ്, കിതാബ്. കാഫ് ലമ്മ കൂ, കുർസി, കുർസി. കാഫ് ഫതഹ കാ, കൽബ്. കാഫ് ലമ്മ കൂ, കുറത്ത്. കാഫ് കെസ്റ കീ, കിതാബ്. ഇനി കാഫ് ഫതഹ കാ വെച്ചുള്ള മറ്റു പദങ്ങൾ. കഅബത്തുൻ, കഅബാലയം. കൗകബുൻ, നക്ഷത്രം. കഅസുൻ, ട്രോഫി. കൽബുൻ, നായ. കഅബത്തുൻ, മക്കളെ ഒന്ന് വായിച്ചോളൂ. കഅബത്തുൻ, കൗകബുൻ, കഅസുൻ, കൽബുൻ. കഅബത്തുൻ, കൗകബുൻ, കഅസുൻ, കൽബുൻ. അടുത്തത് കൂ എന്ന അക്ഷരം വെച്ചു. ഖുറത്തുൻ,
കുതുബുൻ കൂഖുൻ കുർക്കും. ഖുറത്തുൻ കുതുബുൻ കൂഖുൻ കുർക്കും. കൂട്ടുകാരെ എന്തൊക്കെയാണത്? ഖുറത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പന്ത്, ബാൾ. കുതുബുൻ പുസ്തകങ്ങൾ. കൂഹുൻ കുടില്, ചെറിയ കുടില് കണ്ടോ? കുർക്കും മഞ്ഞള്. ഇനി കൂട്ടുകാർ മാഷ കൂടെ വായിക്കുമോ? ഖുറത്തുൻ എന്താണ്? ഖുറത്തുൻ. കുതുബുൻ എന്താണ് മക്കളെ? കുതുബുൻ. കൂഹുൻ കുർക്കും. കുർക്കും എന്ന് പറഞ്ഞാൽ എന്താ? മഞ്ഞള്. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ? കീസുൻ കിതാബുൻ കിലാബുൻ കിബിരീത്തുൻ. എന്തൊക്കെയാണ് മക്കളെ? കീസുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കീസ് കവറ്. കിതാബുൻ പുസ്തകം. കിലാബ് നായകൾ. ഒരു നായക്ക് കൽബുൻ എന്ന് പറയും. കിലാബുൻ എന്ന് പറഞ്ഞാൽ കുറെ നായകൾ. കിബിരീത്തുൻ. കിബിരീത്തുൻ എന്ന് പറഞ്ഞാൽ തീപ്പെട്ടിപ്പെട്ടി. ഒന്നുകൂടെ പറയാം. കീസുൻ കിതാബുൻ കിലാബുൻ കിബിരീത്തുൻ. കിബിരീത്തുൻ നമ്മുടെ തീപ്പെട്ടി. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ? കീസുൻ കിതാബുൻ കിലാബുൻ കിബിരീത്തുൻ. കീസുൻ കീസ്. കിതാബുൻ പുസ്തകം. കിലാബുൻ നായകൾ. കിബിരീത്തുൻ തീപ്പെട്ടി. ഒന്ന് വായിച്ച മക്കളെ. കീസുൻ കിതാബുൻ കിലാബുൻ കിബിരീത്തുൻ. كلب كو كرة كتاب هذا كلب. 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 قولوا جميعا. كلب. كلب. هذا كرسي. 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 قولوا جميعا. كرسي. كرسي. هذا كتاب. 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 قولوا جميعا. كتاب. كتاب. وهذا كأس. كأس. قولوا جميعا. كأس. 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 وهذه كرة. 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 قولوا جميعا. كرة. كرة. هذا كيس. كيس. قولوا جميعا. كيس.